എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സേവർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് ലിബാം റിസൾട്ട് മെയ് 8-ാം തീയതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല. അതായത് നിങ്ങൾ ഒരു നിശ്ചിത മാർക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള മാർക്ക് കിട്ടിയിട്ടില്ല. കുറഞ്ഞ മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റ് സൂക്ഷ്മ പരിശോധനയ്ക്കായിട്ട്, അതായത് സ്ക്രൂട്ടനിക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് ആവശ്യമുള്ളവർക്ക് ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 15-ാം തീയതിയാണ്. മെയ് 15 വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികളുടെ റിവാലുവേഷൻ, അതുപോലെ തന്നെ സ്ക്രൂട്ടനി, ഫോട്ടോ കോപ്പി എന്നിങ്ങനെ നിങ്ങൾ എന്തിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടോ അതിൻ്റെ അപേക്ഷയും ഫീസും വിദ്യാർത്ഥികൾ മാർച്ചിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിലെ പ്രിൻസിപ്പാളിന് നൽകേണ്ടതാണ്. അപ്പോൾ മാർച്ച് മാസത്തിലെ പരീക്ഷ എഴുതിയ സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ നൽകുന്നതിനായിട്ട് നിങ്ങൾക്കൊരു ഫോം ആവശ്യമാണ്. റീവാലുവേഷന് സെപ്പറേറ്റ് ഫോമാണ്, സ്ക്രൂട്ടനിക്ക് സെപ്പറേറ്റ് ഫോമാണ്, ഫോട്ടോ കോപ്പിങ്ങും സെപ്പറേറ്റ് ഫോമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഫോം സ്കൂളിൽ നിന്ന് വാങ്ങിക്കാം. സ്കൂളിൽ നിന്ന് തന്നെ ഫില്ല് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ റീവാലുവേഷൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഒരു വിഷയത്തിന് നിങ്ങൾക്ക് 500 രൂപയാണ് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് വരിക. അതുപോലെ തന്നെ സ്ക്രൂട്ടനി ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് 100 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് 300 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ഇത് പെർ സബ്ജക്റ്റ് ഫീസാണ്. അപ്പോൾ നിങ്ങൾ എന്തിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫീസ് നിങ്ങൾക്ക് ഇതിൻ്റെ അപേക്ഷയുടെ കൂടെ നിങ്ങൾ നൽകേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ, സ്ക്രൂട്ടനി, ഫോട്ടോ കോപ്പി എന്നിവയുടെ അപേക്ഷയെക്കുറിച്ചും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ലിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക, അതുപോലെ ആർക്കൊക്കെയാണ് റീഫണ്ട് കിട്ടുക, റിസൾട്ട് വന്ന ശേഷം ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, മാർക്ക് കൂടുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു റിസൾട്ടിൽ ആഡ് ചെയ്യുക എന്നുള്ള കാര്യവും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റീവാലുവേഷനുള്ള അപേക്ഷ, റീവാലുവേഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്നുകൂടി വാലുവേഷൻ ചെയ്യും. അതുപോലെ തന്നെ സ്ക്രൂട്ടനി ആണെങ്കിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ കാൽക്കുലേഷൻ ചെയ്തത് തെറ്റിയിട്ടുണ്ടോ, ഇവിടെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ വാലുവേഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ് സൂക്ഷ്മ പരിശോധന അല്ലെങ്കിൽ സ്ക്രൂട്ടനി എന്ന് പറയുന്നത്. ഫോട്ടോ കോപ്പി എന്ന് വെച്ചാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി, ഫോട്ടോ സ്റ്റാറ്റ് നിങ്ങൾക്ക് എടുത്തിട്ട് തപാൽ മുഖേനോ അല്ലെങ്കിൽ നിങ്ങളുടെ മാർച്ചിലെ പരീക്ഷ ചെയ്ത സ്കൂൾ മുഖേന നിങ്ങൾക്ക് അയച്ചു തരും. ഇതാണ് ഫോട്ടോ കോപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. റീവാലുവേഷന് 500 രൂപ പെർ സബ്ജക്റ്റാണ്, സ്ക്രൂട്ടനിക്കാണെങ്കിൽ 100 രൂപയാണ്, ഫോട്ടോ കോപ്പിക്കാണെങ്കിൽ 300 രൂപയാണ് ഫീസ് വരിക. ഇനി വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് റീഫണ്ട് കിട്ടുക എന്നുള്ള കാര്യം പറയാം. നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ അപ്ലൈ ചെയ്താൽ ഉറപ്പായിട്ടും മാർക്ക് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാം. അല്ലാതെ റീവാലുവേഷൻ അപേക്ഷിച്ചു എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കൂടും എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞ വർഷവും പല വിദ്യാർത്ഥികളും റീവാലുവേഷൻ അപ്ലൈ ചെയ്ത് മാർക്കൊന്നും പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ പല വിദ്യാർത്ഥികൾക്കും മാർക്ക് കൂടിയ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കണം, അത് നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടായിരിക്കണം. റീവാലുവേഷൻ അപ്ലൈ ചെയ്താൽ മാർക്ക് കൂടും എന്നുള്ളതിൽ നിങ്ങൾക്കൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം റീവാലുവേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. റീവാലുവേഷൻ അപ്ലൈ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം മാർക്ക് കൂടില്ല. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കണം. കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട് റീവാലുവേഷൻ അപ്ലൈ ചെയ്താൽ മാർക്ക് കൂടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു റീവാലുവേഷന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് പൈസ റീഫണ്ട് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ 60 മാർക്കിൻ്റെ സബ്ജക്റ്റാണ്. അപ്പോൾ അതിന് നിങ്ങൾ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ റീവാലുവേഷന് ശേഷം അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് 6 മാർക്കോ അതിന് മുകളിലോട്ടോ മാർക്ക് കിട്ടുകയാണെങ്കിലാണ് നിങ്ങൾക്ക് പൈസ തിരികെ റീഫണ്ട് കിട്ടുക. ഇനിയിപ്പോൾ 80 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ റീവാലുവേഷൻ മുമ്പുള്ളതിനേക്കാൾ റീവാലുവേഷന് ശേഷം 8 മാർക്കോ അതിന് മുകളിലോട്ടോ കൂടണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ 60 മാർക്ക് വിഷയമാണ്, നിങ്ങൾക്ക് റീവാലുവേഷൻ മുമ്പ് 20 മാർക്കാണ് കിട്ടിയത്. റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു 35 മാർക്കാണ്. അതായത് ഇവിടെ 15 മാർക്ക് ഇവിടെ കൂടിയിട്ടുണ്ട്. അതായത് 6 മാർക്ക് കൂടിയാലാണ് നിങ്ങൾക്ക് 6 മാർക്കോ അതിന് മുകളിലോട്ടോ കൂടുകയാണെങ്കിൽ റീഫണ്ട് കിട്ടും. ഇവിടെ ആ ഒരു വിദ്യാർത്ഥിക്ക് റീഫണ്ട് കിട്ടുന്നതാണ്. എന്നാൽ ഈ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ റീവാലുവേഷന് ശേഷം ഒരു 23 മാർക്ക് കിട്ടി, അതായത് 3 മാർക്കാണ് ഇവിടെ അധികമായിട്ട് കിട്ടിയതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പൈസ റീഫണ്ട് കിട്ടത്തില്ല. എന്നാൽ ആ ഒരു മാർക്ക് കൂടിയത് വിദ്യാർത്ഥിക്ക് കിട്ടുന്നതാണ്. അതായത് 10% മാർക്കിൻ്റെ വ്യത്യാസം, അതായത് മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിലേ റീഫണ്ട് കിട്ടത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ 80 മാർക്ക് സബ്ജക്റ്റിൽ റീവാലുവേഷന് മുമ്പ് ഒരു വിദ്യാർത്ഥിക്ക് 30 മാർക്കായിരുന്നു. റീവാലുവേഷൻ അപ്ലൈ ചെയ്തു. റീവാലുവേഷൻ നിങ്ങൾക്ക് ഒരു 55 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് 25 മാർക്ക് കൂടിയിട്ടുണ്ട്.
അപ്പോൾ 80ൻ്റെ 10% എന്ന് പറയുന്നത് 8 മാർക്കാണ്. ഇവിടെ 25 മാർക്ക് കൂടിയത് കൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് റീഫണ്ട് നൽകുന്നതായിരിക്കും, അത് റീഫണ്ട് കിട്ടുന്നതായിരിക്കും. ഇനി അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയുള്ളത് 30 മാർക്കാണ് റിവാലുവേഷന് മുമ്പുള്ളത്. റിവാലുവേഷന് ശേഷം ആ ഒരു വിദ്യാർത്ഥിക്ക് 38 മാർക്കിന്, അതായത് 34 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, അത് 4 മാർക്ക് അധികമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് 80-ൽ റീഫണ്ട് കിട്ടണമെങ്കിൽ 80 മാർക്ക് വിഷയത്തിൽ റിവാലുവേഷൻ ഉള്ളതിനേക്കാൾ 8 മാർക്കോ അതിന് മുകളിലോട്ടോ കൂടണം. എന്നാൽ ഇവിടെ ഈ ഒരു വിദ്യാർത്ഥിക്ക് 4 മാർക്കേ കൂടിയിട്ടുള്ളൂ, അതായത് 30-ന് പകരം 34 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4 മാർക്ക് ആ ഒരു രീതിയിൽ, അതായത് 8 മാർക്കോ അതിന് മുകളിലോട്ടോ മാർക്ക് കൂടാത്തത് കൊണ്ട് ആ ഒരു വിദ്യാർത്ഥിക്ക്, അതായത് 10% മാർക്ക് കൂടാത്തത് കൊണ്ട് ആ ഒരു വിദ്യാർത്ഥിക്ക് റീഫണ്ട് കിട്ടത്തില്ല. എന്നാൽ ആ ഒരു കൂടിയ മാർക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്നതാണ്. ഇനി റീവാലുവേഷൻ അപ്ലൈ ചെയ്ത് മാർക്ക് കുറഞ്ഞാൽ ഏത് മാർക്കാണ് പരിഗണിക്കുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്. ഒരു എക്സാമ്പിളിന് ഇവിടെ ഒരു വിദ്യാർത്ഥിക്ക് 30 മാർക്കാണ് 80 മാർക്ക് വിഷയത്തിൽ എന്ന് വിചാരിക്കുക. അപ്പോൾ റീവാലുവേഷന് നിങ്ങൾ അപ്ലൈ ചെയ്തു, റീവാലുവേഷൻ്റെ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾക്കൊരു 20 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഏത് മാർക്ക് പരിഗണിക്കുമെന്ന് ചോദിച്ചാൽ ഈ ഒരു 30 മാർക്കാണ് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. അതായത് നിങ്ങളുടെ കൂടിയ മാർക്ക് ഏതാണോ ആ ഒരു മാർക്കാണ് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. കുറഞ്ഞ മാർക്ക് ഒരിക്കലും നിങ്ങളുടെ മാർക്കായിട്ട് പരിഗണിക്കുന്നതല്ല. ഇനി റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിദ്യാർത്ഥികൾ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് നിങ്ങളുടെ ഈ ഒരു മാർക്ക് നിങ്ങളുടെ റിസൾട്ടിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളൊരു അപേക്ഷ നൽകണം. അപ്പോൾ അപേക്ഷ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടും. സാധാരണ ഇതിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു മാർക്ക് അപ്ഡേറ്റ് ആവുമെന്ന് പറയാറുണ്ടെങ്കിലും വിദ്യാർത്ഥികളുടെ റിസൾട്ടിൽ അപ്ഡേറ്റ് ആയിട്ട് പല വിദ്യാർത്ഥികളും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കൂളിൽ ഈ ഒരു റീവാലുവേഷൻ്റെ മാർക്ക് അപ്ഡേറ്റ് ആക്കുന്നതിനായിട്ട്, അതായത് നിങ്ങളുടെ റിസൾട്ടിൻ്റെ മാർക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളൊരു അപേക്ഷ നൽകേണ്ടതാണ്. അങ്ങനെ അപേക്ഷ നൽകിയാലാണ് നിങ്ങളുടെ റീവാലുവേഷൻ്റെ മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കൂടിയ മാർക്ക് നിങ്ങളുടെ മാർക്കായിട്ട് വരികയുള്ളൂ. ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയുടെ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നുള്ളത്. കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നത് ജൂൺ 21-ാം തീയതി ആയിരുന്നു വിദ്യാർത്ഥികളുടെ ഈ ഒരു റീവാലുവേഷൻ്റെ റിസൾട്ട് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം കുറച്ച് നേരത്തെ റീവാലുവേഷൻ റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജൂൺ പകുതിയോടെ നിങ്ങൾക്ക് റീവാലുവേഷൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ റീവാലുവേഷൻ്റെ റിസൾട്ട് വന്ന ശേഷം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, ഇതുകൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി പ്രവേശനത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപകാരമുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ, നിങ്ങൾക്ക് നല്ല മാർക്ക് വ്യത്യാസം വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു മാർക്ക് നിങ്ങളുടെ മാർക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അപേക്ഷ കൊടുക്കണം. അങ്ങനെ മാർക്ക് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പുതിയ +2-ൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങൾ അപേക്ഷ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മാർക്ക് ഉള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിനൊക്കെ ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അപേക്ഷകൾ സ്കൂളുകളിൽ നൽകേണ്ടതായിട്ടുമുണ്ട്. ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ ഈ ഒരു മാർക്ക് കൂടുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്നതായിരിക്കും. കാരണം ഈ ഒരു റിസൾട്ട് വരുമ്പോഴേക്കും ഏകദേശം ഡിഗ്രി, അതുപോലെ തന്നെ മറ്റ് കോഴ്സുകളിൽ പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ഇതുപോലെ പല കോഴ്സുകളിലേക്കുമുള്ള പ്രവേശന നടപടിയും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ അത് ഉപകാരം ചെയ്യില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് പിന്നീട് വല്ല ഉപകാരവും ചെയ്യുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായിട്ടുള്ള അപേക്ഷ എങ്ങനെയാണ് നൽകുക എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകേണ്ട കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഒരു അപേക്ഷ ഫോം സ്കൂളിൽ നിന്ന് കിട്ടും, അത് വാങ്ങുക, ഫില്ല് ചെയ്യുക. അതിൻ്റെ കൂടെ എത്ര രൂപയാണ് ഫീസ് വരുന്നത്, ആ ഒരു ഫീസും അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടും നിങ്ങൾ മാർച്ചിലെ പരീക്ഷ ചെയ്ത സ്കൂളിലെ പ്രിൻസിപ്പാളിന് മെയ് 15-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് നൽകേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നൽകിയാൽ മാത്രമാണ് നിങ്ങളുടെ അപേക്ഷ പരിഗണിക്കുള്ളൂ. ഇനി ഇതിൻ്റെ റീവാലുവേഷൻ്റെ ആ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ റീവാലുവേഷൻ്റെ ഫോം ഫില്ല് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഈ ഒരു ഫോം നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇവിടെ സെക്കൻഡ് എന്നുള്ളത് തടയുക, അതിനുശേഷം ഇവിടെ ഇയർ എന്നുള്ളടുത്ത്, അതിനുശേഷം മാർച്ച് 2026 എന്ന് എഴുതുക. ഇവിടെ ചലാൻ ഡീറ്റെയിൽസ് ആണ് രേഖപ്പെടുത്തേണ്ടത്. നിങ്ങൾ ഓൺലൈനായിട്ടോ, അതായത് ഈ ട്രഷറി മുഖേനയോ അതല്ല ഈ ഒരു ട്രഷറിയിൽ നേരിട്ട് പോയിട്ടോ പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ചലാന്, അതുപോലെ തന്നെ ഇവിടെ നെയിം ഓഫ് ട്രഷറി, ട്രഷറിയിലാണ് അടച്ചത്, അതുപോലെ എത്ര പൈസയാണ് നിങ്ങൾ ടോട്ടലായിട്ട് അടച്ചിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഇനി നിങ്ങളെല്ലാം സ്കൂൾ വഴി ഫീസ് അടച്ച് നിങ്ങൾ അപേക്ഷിക്കുന്നതാണെങ്കിൽ ആ ഒരു കോളം പ്രത്യേകിച്ചൊന്നും ഫില്ല് ചെയ്യേണ്ടതില്ല, അത് സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്തോളും. ഇനി അടുത്തതായിട്ട് ഇവിടെ നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക, അതുപോലെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ മാർച്ചിലെ പരീക്ഷ ചെയ്ത സ്കൂളിൻ്റെ കോഡും സ്കൂളിൻ്റെ പേരും, അതുപോലെ നിങ്ങളുടെ ജില്ല ഏതാണെന്നുള്ളത്, അതുപോലെ തന്നെ അത് നിങ്ങളുടെ റവന്യൂ ജില്ലയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണ് റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഇവിടെ സീരിയൽ നമ്പർ എന്ന് വെച്ചാൽ 1, 2, 3, 4, 5 എന്നിങ്ങനെയുള്ളത്. പാർട്ട് എന്നുള്ളത് പാർട്ട് 1 എന്നത് ഇംഗ്ലീഷാണ്, പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ് ആണ്,
2-ലാണ്. പാർട്ട് 3 എന്ന് പറയുന്നത് ബാക്കി ഏതെങ്കിലും സബ്ജക്റ്റ് ആണെങ്കിൽ ആ ബാക്കിയൊക്കെ സബ്ജക്റ്റ് പാർട്ട് 3-ലാണ് വരിക. അപ്പോൾ നിങ്ങൾ ഏത് വിഷയമാണോ റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തി അതിന് കിട്ടിയ TE മാർക്ക് എത്രയാണോ അത് ഇവിടെ എഴുതുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഏതൊക്കെ വിഷയം നിങ്ങൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തുക. ഇനി അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഇതിൻ്റെ കൂടെ നിങ്ങളുടെ +1 സേവർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് ലിബാം റിസൾട്ടിൻ്റെ ആ ഒരു റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് വെക്കുന്നുണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യുക. ഞാൻ വെക്കുന്നതുകൊണ്ട് യെസ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ഒരു സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും കൊടുക്കുക. ഞാൻ റീവാലുവേഷൻ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ സ്ക്രൂട്ടിനിക്ക് കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ നോ ക്ലിക്ക് ചെയ്തത്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ ഒരു പ്രിൻ്റ് ഔട്ടിൽ കൃത്യമായിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. പിൻകോഡ്, മൊബൈൽ നമ്പർ എന്നിവ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പ്ലേസ്, ഡേറ്റ് എന്നിവ ഇടുക. അതിനുശേഷം സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. ഇത്രയാണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഫീസും മറ്റ് അതായത് നിങ്ങളുടെ +1 സേവർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് ലിബാം റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് കൂടി ഇതിൻ്റെ കൂടെ അപേക്ഷിക്കുന്ന സമയത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്ക്രൂട്ടിനിയുടേതാണെങ്കിൽ ഇതേപോലെയാണ് ഫോം. പ്രത്യേകിച്ച് ഇതിൽ വ്യത്യാസമൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ സെയിം രീതി തന്നെയാണ് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. ഇതിലാകെ വ്യത്യാസമായിട്ടുള്ളത് നിങ്ങൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. പിൻകോഡ്, ഫോൺ നമ്പർ എന്നിവ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങളുടെ പ്ലേസ്, ഡേറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ എന്നിവ രേഖപ്പെടുത്തുക. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളിൽ നൽകുക. ഇതാണ് ഈ ഒരു സ്ക്രൂട്ടിനിയുടെ ഫോം എന്ന് പറയുന്നത്. ഇനി ഫോട്ടോ കോപ്പിയുടേതാണെങ്കിൽ ഇതേപോലെയാണ് ഈ ഒരു ഫോം എന്ന് പറയുന്നത്. ഈ ഒരു ഫോമിൽ ആകെ നിങ്ങൾ പൂരിപ്പിക്കാനായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് താഴെ റീവാലുവേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും ഇവിടെ ചോദിക്കുന്നില്ല. ഇവിടെ ആകെ ചോദിക്കുന്നത് ഈ ഒരു സബ്ജക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തതിന് ഏതൊക്കെ വിഷയത്തിൻ്റെതാണ് ഫോട്ടോ കോപ്പി വേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ആദ്യം ഉള്ള ബേസിക് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, അതായത് നിങ്ങൾക്ക് ഏത് അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ ഫോട്ടോ കോപ്പി തപാൽ മുഖേനയോ സ്കൂൾ മുഖേനയോ അയച്ച് നൽകേണ്ടത് അതിനനുസരിച്ചുള്ള നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. പിൻകോഡ്, മൊബൈൽ നമ്പർ, പ്ലേസ്, ഡേറ്റ്, നിങ്ങളുടെ സിഗ്നേച്ചർ എന്നിവ ഇടുക. ഇതിൻ്റെ കൂടെ എത്ര രൂപയാണ് ഫീസ് വരുന്നത് ആ ഒരു പൈസയും നിങ്ങൾ ഇതിൻ്റെ കൂടെ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായിട്ടുള്ള അപേക്ഷകൾ നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.